മലയാള സിനിമയിൽ ഗുണ്ടകൾ കിടന്നിങ്ങനെ വാഴുകയാണ്. സ്ത്രീകൾക്കെതിരെ ആണെങ്കിലും പുരുഷന്മാർക്കെതിരെ ആണെങ്കിലും ശക്തമായ രീതിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാനും മാത്രം ഇവർക്ക് ഭയങ്കര പവറാ. രാഷ്ട്രീയ പിടിപാടുണ്ട്, അതേപോലെ തന്നെ എന്തിനും ഏതിനും ഗുണ്ടകൾ കൂടെയുണ്ട്. അതുകൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല പണമുള്ള ആളുകളാണ് അല്ലേ. തിലകൻ ചേട്ടൻ കുറെ മുമ്പ് ഒരുപാട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ അമ്മ എന്ന സംഘടനയിൽ മമ്മൂക്കയും മോഹൻലാലും അടങ്ങുന്ന ആ ഒരു സംഘടന, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഈ രണ്ട് നടന്മാരുമുള്ള ആ ഒരു സംഘടന ഇദ്ദേഹത്തെ വിലക്കുന്നത്. ഒരുപക്ഷെ ഷെമ്മി തിലകൻ ഒരു കാര്യം പറഞ്ഞതുണ്ട്, ഞാൻ അച്ഛ എന്ന് വിളിച്ചതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപുമാകും എൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിച്ചിട്ടുണ്ടാവുക സിനിമകളിലൂടെ. എന്നിട്ട് പോലും അദ്ദേഹം മരിച്ചപ്പോൾ അനാദരവ് കാണിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം മരിച്ചപ്പോൾ പോലും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളോ ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ചെങ്കോലും കിരീടം എന്ന സിനിമയിൽ സേതുമാധവന്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന അതേ ശ്രീനാഥ്, അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയായിരുന്നു അല്ലേ. പക്ഷേ ആ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നമ്മുടെ തിലകൻ ചേട്ടൻ. അതായത് അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണോ എന്ന് സംശയമുണ്ട് എന്ന്. അത് അന്ന് ചർച്ചയായതായിരുന്നു, പക്ഷേ ചവിട്ടി താഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. സിനിമക്കകത്ത് അവർ അടിപൊളിയാണ്, സിനിമ ഭയങ്കര ഭംഗിയാണ് കാണാൻ, അവരുടെ അഭിനയങ്ങൾ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുക. മുകേഷ് എന്ന് പറയുന്ന നടനെ വളരെ മോശപ്പെട്ടില്ല, അതിന് മുൻ ഭാര്യയായിട്ടുള്ള സരിത ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മദ്യപാനിയാണ്, അതുപോലെ തന്നെ ഉപദ്രവിക്കാറുണ്ട്, പിന്നെ ഒരു യുവ സംവിധായകനെ നിരന്തരമായിട്ട് വിളിച്ച് ശല്യം ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട്. അത് ഒരുപാട് നടന്മാർക്കെതിരെയും വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഇത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചർച്ച ചെയ്യാനാ? കാരണം 3 പേര് മരണപ്പെടാനുള്ള കാരണം അമ്മ എന്ന ഈ സംഘടനയാണ് എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യ തെളിവുകളും പറയുന്നുണ്ട്. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷെ അവരാരും ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് പുറത്തു പറഞ്ഞാൽ? ചേട്ടാ, നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ്. സ്വന്തം സഹജീവിയോട് ഒരിറ്റ് സ്നേഹമില്ല, എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ സിനിമാ ലോകം അവസാനിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനിത് പറയില്ല എന്നാണ് ഇത് കൃത്യമായി അറിയുന്ന നടന്മാരും ആ സിനിമയിൽ പ്രവർത്തിച്ച ആളുകളും പറയുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ച് നല്ല കിടിലൻ ക്യാരക്ടറുകളൊക്കെ കിട്ടി വന്നിരുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് ചെറിയ ഒരു ഡിപ്രസ്ഡ് മൈൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? സിനിമയിൽ നിന്ന് വിലക്കുന്നു. നമ്മളെ തിലകൻ ചേട്ടനുമായിട്ട് ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് അത് അമ്മ എന്ന സംഘടനക്കും പെഫ്ക എന്ന സംഘടനക്കും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ എണ്ണം അങ്ങ് കുറഞ്ഞു, സാമ്പത്തിക ഭദ്രത ഇല്ലാതാവുന്നു, മദ്യപാനത്തിന് അടിമയാവേണ്ട അവസ്ഥ വരുന്നു, ഡിപ്രസ്ഡ് മൈൻഡ് ആവുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഈ ആത്മഹത്യയാണ് ഒരുപക്ഷെ തിലകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന്. അതിന് ശരിവെക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിലെ പോട്ടെ, അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞവിടെ വന്നവർ, അതിലൊരാള് പൂജപ്പുരക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത്, ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു, മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ. എന്താണ് ഇവർക്ക്? അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം? അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്നില്ലേ. ഓക്കെ, ആരെ കുറിച്ച് പറഞ്ഞത്? ഗണേഷ് കുമാറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ തിലകൻ ചേട്ടനെ സിനിമയിൽ നിന്ന് വിലക്കി അത് അമ്മ എന്ന സംഘടനയാണ്. ആരാ പ്രസിഡന്റ്? ഇദ്ദേഹം തന്നെ. അതുകൂടാതെ ഇവരെ ഇതിന്റെ പേരെന്താണ്? ആത്മ സീരിയലിൽ നിന്നും അദ്ദേഹത്തിന് വിലക്കുന്നു. ശ്രീനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ
അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എങ്ങനെയാണോ കൊണ്ടുപോയത് അതുപോലെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ നെഞ്ചത്തടിച്ച് വാവിട്ട് കരയുന്ന സ്ത്രീയോട് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിനെ കുറിച്ചിട്ട് എല്ലാവരും സങ്കടം വരുമ്പോൾ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കരയുക. അതിന് പറഞ്ഞ ഉറക്ക ഗുളിക കൊടുത്തിട്ട് ആ സ്ത്രീ അവിടെ കിടക്കാം. എത്രത്തോളം ഉണ്ട്? അപ്പൊ ഗണേഷ് കുമാറാണ് ഇതിന്റെ പിറകിലെ വില്ലൻ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തേക്ക് കാര്യങ്ങൾ പറയുന്നു. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, ഇതിനേക്കാൾ മുകളിൽ വേറെ ഒരു കാര്യം കൂടി നടത്തുന്നുണ്ട്. മറ്റൊരു സംശയം എനിക്കുണ്ടായത്, കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ്. എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത്? ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അതും ഫോറൻസിക്കിൽ. എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. അവർ മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും. ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ല, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്, അല്ലെ? അപ്പോൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയത് അന്നത്തെ ട്രഷറായിരുന്ന നമ്മളെ ജഗദീഷിന്റെ ഭാര്യയാണ്, ഒരു സർജനാണ്. അവരാണ് ഈ ഒരു ഫോറൻസിക് വർക്ക് ചെയ്യുന്ന ഇത് ഒരുപാട് തവണ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവരെ അടുത്തേക്കാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ഒരു ജില്ല കടന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ധൃതിയിൽ ബോഡി എന്ത് ചെയ്യുന്നു? മറവ് ചെയ്യുന്നു. അപ്പോൾ തിലകൻ അന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. ഇയാൾ എന്തൊക്കെയോ പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഈ ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച്. ദിലീപ് നിർബന്ധമായും ആ ഒരു കാലത്ത് കൊടുക്കും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെയായി. അദ്ദേഹത്തിന്റെ ആ ഒരു ഗുണ്ടാ മനോഭാവം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാകാം ഒരു പക്ഷേ അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷെ പിന്നീട് ദിലീപ് തന്നെ അത് മാറ്റി. ദിലീപ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചു, അതുകൊണ്ടാണ് എന്നോട് പിണക്കാന്ന്. സംഭവം അതൊന്നുമല്ല. അങ്ങനെ ഒരു പിണക്കമാണെങ്കിൽ തിലകൻ ചേട്ടനൊക്കെ അത് എന്നോ മറക്കും. കാരണം ഇത്ര അധികം ഉപദ്രവിച്ചിട്ടും അദ്ദേഹം ആ സൂപ്പർ സ്റ്റാറുകളോട് അവസാന സമയങ്ങളിൽ മാപ്പ് കൊടുത്ത മനുഷ്യനാണ്. അപ്പോൾ തിലകനോട് ദിലീപ് കാണിച്ചത് അതിലും വലിയ എന്തോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇതേ അനുഭവം തന്നെ എനിക്കുണ്ടായി. തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത്. തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കോടതിയിൽ പോകുന്നു, പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ 2 ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബോയും മറ്റൊരു തൊഴിലാളിയുമായിരുന്നു, സിനിമാ തൊഴിലാളി. അവർക്ക് പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അറിയപ്പെട്ടില്ല. അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിന്റെ കാരണവും തൊഴിൽ നിഷേധമാണ്. ഇവരെ ഇവിടെ വെച്ചു കുറിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. 10 വർഷം മുമ്പ് അദ്ദേഹം തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ സത്യമാണ് എന്ന് പുറത്തേക്ക് വരുന്നത്. WCCA പോലെയുള്ള ഒരു സംഘടന ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന് സല്യൂട്ട് അടിച്ചേ വെക്കുള്ളൂ. ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നു അവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നാണ് തിലകൻ പറഞ്ഞത്. അത് അനാവശ്യമായിട്ട് ഒരു സംഘടനയെ തകർക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ സംഘടനക്കകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവസ്ഥൻ എന്ന നിലക്കാണ് തിലകൻ ചേട്ടൻ ഈ ഒരു കാര്യം പറയുന്നത്. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാൾ, അദ്ദേഹത്തിനെ കവിച്ചു വെക്കാൻ ഇനിയൊരു നടൻ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതാണ് അവസ്ഥ. ഇപ്പൊ ഒരു ലൈറ്റ് ബോയും മറ്റുള്ള ഒരു നടൻ പോലും, നടൻ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ആകാം, ആരാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ഒരു മരണങ്ങൾ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറയുന്നത്, കൃത്യമായി ആരെങ്കിലും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം വന്നാൽ അല്ലെങ്കിൽ മൊഴി കൊടുത്താൽ അത് കേസ് അന്വേഷിക്കുമെന്ന് പറയുന്നത്. എനിക്കതിൽ യാതൊരു ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം ഇതേ തിലകൻ ഇതേ പിണറായിയോട് തന്നെ മുന്നേ ഈ ഒരു കാര്യം അപേക്ഷിച്ച് ചെന്നിട്ടുണ്ട്. എന്നെ സിനിമയിൽ നിന്ന് വിലക്കി, എൻ്റെ തൊഴിൽ ഇടത്തിൽ നിന്നും എന്നെ വിലക്കുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ. അതായത് എനിക്ക് തൊഴിൽ ചെയ്യാനുള്ള എൻ്റെ അവകാശത്തെയാണ് ഇത് ഹനിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നതിനെ പുറത്താക്കുന്നതും. അത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ തിലകൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നിട്ട് പോലും തിലകൻ എന്ന് പറയുന്ന മനുഷ്യനെ പിണറായി തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ്.
അതുകൂടാതെ മറ്റൊരു സൂപ്പർ സ്റ്റാർ നടനായിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമ പെട്ടിയിലിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് ഇടപെടലുകൾ നടത്തുകയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ സിനിമ ഇറക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു എന്ന് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഏത് രീതിയും ഉപയോഗിക്കും, ഞാൻ അതിനു വേണ്ടി കാലുവെക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും. ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എന്റെ തീരുമാനം. ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആ തരത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എന്റെ ജീവിതം ഈ ഒരു വൃത്തികേടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സംഘടനയെ തകർക്കണം എന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ അത് കൃത്യമായി. ഇപ്പോ തിലകന്റെ മകളും അത് തന്നെയാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഗവൺമെന്റിന് ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഘടന രൂപീകരിക്കുക, ട്രസ്റ്റ് ആയിട്ട് തന്നെ രൂപീകരിക്കുക. എന്നതിന് ശേഷം കൃത്യമായിട്ട് ഇപ്പോൾ ഉള്ള ഈ ഒരു സംഘടന പിരിച്ചുവിടുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് കരങ്ങളിലടക്കുക. ഇത് ശരിയായ നടപടിയല്ലേ? അത് തന്നെയാണ് ചെയ്യുന്നുണ്ടത്. കൃത്യമായ അനുഭവങ്ങളുള്ള ആളുകളൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ സാധാരണയാണ് എന്ന രീതിയിലേക്ക് തള്ളിത്തള്ളുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഷൈൻ ടോം ചാക്കോക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. അയാളോടൊക്കെ ചോദ്യം ചോദിക്കാൻ പോയ ആളുകളെ എന്ത് പറയണമെന്നുള്ളതാണ്. അതാണ് അവസ്ഥ മോളെ. പുതിയ ആളുകൾക്ക് സിനിമയിലേക്ക് വരുമ്പോൾ നിർബന്ധമായും കാലങ്ങളായിട്ടും ഇത് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നിട്ട് പോലും അത് മറച്ചു വെക്കുന്ന രീതിയിലാണ്. തെമ്മാടിത്തരം, ഊളത്തരം എന്നല്ലാതെ ഇതിന് എന്ത് നമ്മൾ പറയണം എന്നുള്ളതാണ്. തിലകനെ കാലങ്ങളായിട്ട് ഇവർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹണ്ടിങ് എന്തിനായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഇദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കിയാൽ പ്രശ്നമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ 2ാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിണറായി വിജയനെ വിളിച്ചു പറയും, അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. 5-6 മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ തൊഴിലിടത്തിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടന, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട്, ഇദ്ദേഹം കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയാ, പിണറായിയോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് തിരിഞ്ഞു പോലുന്നില്ല. 6 മാസമായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയണത്. അത് കഴിഞ്ഞ് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മമ്മൂട്ടിയുടെ പടം പെട്ടിക്കാതിരുന്നു, സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം മാനത്ത് നിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ്. ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ. ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ കാൽവയ്പ്. പലരും തെറ്റിദ്ധരിച്ചു എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്. അല്ല, എന്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ശ്രീനാഥ് എന്ന് പറയുന്ന ആ മഹാനടന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകളെയും അമ്മ എന്ന സംഘടനയ്ക്കും അന്ന് ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊഴിലിടങ്ങളിലും ചൂഷണം അനുഭവിച്ച തിലകൻ സാറ് ഒരു കംപ്ലൈന്റുമായി പോയിട്ട് പോലും പിണറായി തിരിഞ്ഞു പോലും നോക്കാതെ അടുത്ത 6 മാസത്തിനുള്ളിൽ പെട്ടിയിലിരുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ സിനിമ അങ്ങ് പെട്ടിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് റിലീസ് ചെയ്യാൻ അവസരം കൊടുക്കും. ഓക്കെ, അമ്മ എന്ന സംഘടനയ്ക്ക് എന്നും ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പിടിബലമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഗണേഷ് കുമാർ മന്ത്രിയാണ്. ഗണേഷ് കുമാർ കാലങ്ങളായിട്ട് ആത്മയുടെയും അമ്മയുടെ ഒക്കെ പ്രസിഡന്റൊക്കെ ആയിട്ട് ഇങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള മാഫിയകളുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ആളുകളെ എല്ലാം ചവിട്ടിത്താഴ്ച സിനിമയിൽ നിന്ന് പുറത്താക്കുകയാണ്. വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ദ്രൻസിനെയും അതുപോലെ തന്നെ മാളാരവിന്ദിനെയും തിലകനെയും മാറ്റി നിർത്തുമ്പോൾ അവർ കഞ്ഞി കുടിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പോലും ഇവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് അവസ്ഥ മക്കളെ. അപ്പോൾ സ്ത്രീ സുരക്ഷ മാത്രമല്ല, ഇവിടെ ഗുണ്ടകള് ഈ സത്യം പറയുന്ന ആളുകളെ പോലും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. തിലകന്റെ വിഷയത്തിൽ ലാലേട്ടനും മമ്മൂട്ടിയും ഒരു തീരുമാനമെടുത്താൽ അവസാനിക്കുന്നതായിരുന്നു ആ പ്രശ്നം. പക്ഷേ അവരെല്ലാം അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്താനും പുറത്താക്കാനും ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ഒരുപാട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാണ് മൺമറഞ്ഞു പോയത്. ആ സത്യങ്ങളെല്ലാം ഇന്ന് വീണ്ടും പുറത്തേക്ക് പൊന്തി വരുന്നു അതിശക്തമായിട്ട് തന്നെ. അതെല്ലാം സത്യമാണ് എന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് മലയാളം അങ്ങ് മനസ്സിലാക്കി വെച്ചു. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സൂപ്പർ സ്റ്റാറുകളെല്ലാം ഒരുപാട് ആളുകളെ ചവിട്ടി താഴ്ത്തി പൊന്തി വന്നവരാണ് എന്ന്. ഇതിലൊരു തർക്കവും വേണ്ട. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വീണ്ടും വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.